നമസ്കാരം. ഒരു ആരോപണത്തിന്റെ പേരിൽ വിധി നടപ്പിലാക്കുന്ന സൈബർ കോടതികളായി സാമൂഹിക മാധ്യമങ്ങൾ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചതിന് ശേഷം യുവാവ് ജീവനൊടുക്കിയ സംഭവം എല്ലാവരും അറിഞ്ഞതാണ്. ഒരു വ്യക്തിക്കെതിരെ ആരോപണം ഉയരുമ്പോൾ നിയമപരമായ നടപടിക്രമങ്ങൾക്ക് പകരം സോഷ്യൽ മീഡിയ വിചാരണയാണ് നടക്കുന്നത്. ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും ലോകത്തിന് മുന്നിൽ മോശക്കാരനായി ചിത്രീകരിക്കാൻ കഴിയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ജാഗ്രത വേണം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഫസ്റ്റ് റൗണ്ടപ്പിലൂടെ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. ലൈംഗിക അതിക്രമം എന്ന യുവതിയുടെ ആരോപണം. ദീപകിന്റെ ആത്മഹത്യയിൽ യുവതിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി കുടുംബം. കോൺഗ്രസ് വിജയാഘോഷം. രാഹുൽ ഗാന്ധി ഇന്ന് കൊച്ചിയിലേക്ക്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇനി ഈ മാസം 30 വരെ സമയം. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നാളെ ഇന്ത്യയിലെത്തും. സ്പെയിനിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച ദുരന്തം, 21 മരണം, നിരവധി പേർക്ക് പരുക്ക്. വാർത്തകൾ വിശദമായി നോക്കിയാൽ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയിൽ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബെഞ്ചിലാണ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി റിപ്പോർട്ട് നൽകുക. സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകൾ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി വിധേയമാക്കിയിരുന്നു. ഇതിന്റെ ഫലം ഉൾപ്പെടെയാണ് SITയുടെ റിപ്പോർട്ട് എന്ന് അധികൃതർ വ്യക്തമാക്കി. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികളിൽ നടന്ന ക്രമക്കേടുകളെക്കുറിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടാണ് ഇന്ന് ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്നത്. ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സമർപ്പിക്കുന്ന ഈ റിപ്പോർട്ടിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നതാണ് ഏറെ ശ്രദ്ധേയമാക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ ഗുണനിലവാരവും പഴക്കവും സംബന്ധിച്ച ദുരൂഹതകൾ നീക്കാൻ ഈ പരിശോധന ഫലം സഹായിക്കുമെന്നാണ് കരുതുന്നത്. സ്വർണത്തിന് പകരം മറ്റു ലോഹങ്ങൾ ചേർത്തിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ടാകും. കേസിലെ മറ്റൊരു പ്രധാന ഘട്ടം തന്ത്രിയുടെ അറസ്റ്റായിരുന്നു. അറസ്റ്റിന് ശേഷമുള്ള തുടർ നടപടികളെക്കുറിച്ചും വരും ദിവസങ്ങളിൽ സ്വീകരിക്കാൻ പോകുന്ന നീക്കങ്ങളെക്കുറിച്ചും അന്വേഷണ സംഘം കോടതിയെ ബോധ്യപ്പെടുത്തും. ശബരിമലയിലെ ആഭരണങ്ങളുടെയും സ്വർണ്ണപ്പാളികളുടെയും കണക്കുകളിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നതായാണ് പ്രാഥമിക സൂചനകൾ. സ്വർണ്ണ ഉരുപ്പടികളിൽ നടന്ന മാറ്റങ്ങൾ, അതിനു പിന്നിൽ പ്രവർത്തിച്ചവർ തുടങ്ങിയ വിശദമായ വിവരങ്ങൾ ഈ റിപ്പോർട്ടിലൂടെ പുറത്തുവരുമെന്നാണ് സൂചന. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവതിയുടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി കുടുംബം. മരിച്ച ദീപകിന് നീതി കിട്ടാന് ഏതറ്റം വരെയും പോകുമെന്ന് കുടുംബവും സുഹൃത്തുക്കളും വ്യക്തമാക്കി. ബസ്സിൽ ലൈംഗിക അതിക്രമം നടന്നു എന്ന യുവതിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങി കുടുംബം. കോഴിക്കോട് സ്വദേശി ദീപകിന്റെ മരണത്തിന് ഉത്തരവാദി വീഡിയോ പ്രചരിപ്പിച്ച യുവതിയാണെന്നും ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം. യാത്രക്കിടെ ദീപക് മോശമായി പെരുമാറിയെന്നാരോപിച്ച യുവതി പങ്കുവച്ച വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു. ഇതിന് പിന്നാലെ നേരിട്ട സൈബർ ആക്രമണവും അപമാനവുമാണ് ദീപകിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നു. ദീപക് നിരപരാധിയാണെന്നും നീതിക്കായി ഏതറ്റം വരെ പോകുമെന്നും കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നു. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കൊച്ചിയിലേക്ക്. കോൺഗ്രസിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കുവാനും നിയമസഭാ പ്രചാരണത്തിന് തുടക്കമിടാനുമായിട്ടാണ് രാഹുൽ ഗാന്ധി കൊച്ചിയിലേക്ക് എത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരുമായ മുഴുവൻ കോൺഗ്രസ് പ്രതിനിധികളെയും ഉൾപ്പെടുത്തി KPCC സംഘടിപ്പിക്കുന്ന മഹാപഞ്ചായത്ത് ഇന്ന് മറൈൻ ഡ്രൈവിൽ നടക്കും. രാഹുൽ ഗാന്ധിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കൊച്ചി ഇന്ന് ആവേശക്കടലിലാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന്റെ കരുത്തിൽ കോൺഗ്രസ് ഇന്ന് കരുത്തു തെളിയിക്കുന്നു. മറൈൻ ഡ്രൈവിൽ ഒരുക്കിയിരിക്കുന്ന മഹാപഞ്ചായത്ത് സംഗമത്തിലേക്ക് ഇന്ന് രാഹുൽ ഗാന്ധി എത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടയൊരുക്കത്തിന് കൂടിയാണ് ഇവിടെ ഇന്ന് തുടക്കമാകുന്നത്. കേരളത്തിന്റെ മുക്കിലും മൂലയിലും നിന്ന് വിജയിച്ചു വന്ന 15,000-ഓളം ജനപ്രതിനിധികളാണ് ഈ വേദിയിൽ അണിനിരക്കുന്നത്. അവരെ ആദരിക്കാനും വരാനിരിക്കുന്ന പോരാട്ടത്തിന് സജ്ജമാക്കുവാനുമാണ് രാഹുൽ എത്തുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് സംഗമം ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരം തൃക്കാക്കരയിൽ നടക്കുന്ന പുരസ്കാര ചടങ്ങിലും പങ്കെടുത്ത ശേഷമായിരിക്കും മടങ്ങുക. സംസ്ഥാനത്ത് UDFന് പുതിയൊരു രാഷ്ട്രീയ ഊർജം നൽകുകയാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം.
സമഗ്ര വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ വോട്ടർമാർക്ക് രേഖകൾ സമർപ്പിക്കാൻ ഈ മാസം 30 വരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം നീട്ടി നൽകി. ഈ മാസം 22 വരെ നിശ്ചയിച്ചിരുന്ന സമയക്രമമാണ് കേരളത്തിന്റെ ആവശ്യപ്രകാരം നീട്ടിയത്. സംസ്ഥാനത്തെ വോട്ടർമാർക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് സമഗ്ര വോട്ടർ പട്ടിക പുതുക്കുന്നതിന്റെ ഭാഗമായി രേഖകൾ സമർപ്പിക്കുവാനുള്ള സമയപരിധി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടി. നേരത്തെ ഈ മാസം 22 വരെയായിരുന്നു അപേക്ഷകളും ആക്ഷേപങ്ങളും സമർപ്പിക്കുവാൻ നിശ്ചയിച്ചിരുന്ന അവസാന തീയതി. എന്നാൽ കേരളത്തിന്റെ പ്രത്യേക അഭ്യർത്ഥന കണക്കിലെടുത്താണ് ഇപ്പോൾ ജനുവരി 30 വരെ സമയം അനുവദിച്ചിരിക്കുന്നത്. കരട് പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാനും പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് അർഹമായ രേഖകൾ ഹാജരാക്കി പേര് വീണ്ടെടുക്കുവാനുമുള്ള അവസാന അവസരമാണിത്. വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായി ആളുകളെ ഒഴിവാക്കിയതിനെ തുടർന്ന് സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. നിലവിൽ പട്ടികയിൽ ഉൾപ്പെടുത്താത്തവർക്കും പുതുതായി പേര് ചേർക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ വഴിയോ അതാത് ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയോ ഈ മാസം 30-നകം അപേക്ഷകൾ നൽകാവുന്നതാണ്. ഈ പരാതികൾ തീർപ്പാക്കിയ ശേഷം ഫെബ്രുവരി പകുതിയോടെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമാക്കുന്നത്. കേരളത്തിന് പുറമെ സമാനമായ സാഹചര്യം നിലനിൽക്കുന്ന മറ്റു ചില സംസ്ഥാനങ്ങൾക്കും കമ്മീഷൻ ഈ ആനുകൂല്യം നൽകിയിട്ടുണ്ട്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നാളെ ഇന്ത്യയിൽ സന്ദർശനം നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം എത്തുന്നത്. ഇന്ത്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം ഔദ്യോഗിക സന്ദർശനത്തിനായി എത്തുന്നത്. പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള അദ്ദേഹത്തിന്റെ 3ാമത്തെ സന്ദർശനമാണിത്. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷ സാഹചര്യങ്ങളും ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ സമാധാന പദ്ധതികളും ചർച്ച ചെയ്യുന്ന ഈ വേളയിൽ UAE പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് ഏറെ നയതന്ത്ര പ്രാധാന്യമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തുന്ന ഉന്നതതല ചർച്ചകളിൽ വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഊർജം എന്നീ മേഖലകളിൽ പുതിയ കരാറുകൾ ഒപ്പുവെക്കുമെന്നാണ് സൂചന. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ, പ്രാദേശിക കറൻസി ഇടപാടുകൾ എന്നിവയിലെ പുരോഗതിയും കൂടിക്കാഴ്ചയിൽ വിലയിരുത്തും. കൂടാതെ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിലും സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലും പുതിയ ധാരണകളിൽ ഇരു രാജ്യങ്ങളും എത്തിയേക്കും. ഗൾഫ് മേഖലയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ UAEയുമായുള്ള ബന്ധം ഈ സന്ദർശനത്തിലൂടെ കൂടുതൽ കരുത്താർജിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. സ്പെയിനിലെ കാർഡോബ പ്രവിശ്യയിലുണ്ടായ അതിവേഗ ട്രെയിൻ അപകടത്തിൽ 21 പേർ മരിച്ചതായി റിപ്പോർട്ട്. അഡാമോസിന് സമീപം മെഡ്രിഡിൽ നിന്ന് ഹുവേൽവയിലേക്ക് പോകുകയായിരുന്ന ട്രെയിൻ പാളം തെറ്റി എതിരെ വന്ന മറ്റൊരു ട്രെയിനുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. സ്പെയിനിൽ നിന്ന് അങ്ങേയറ്റം ദാരുണമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോർഡോബ പ്രവിശ്യയിലെ അഡാമോസിന് സമീപം 2 അതിവേഗ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ വൻ അപകടത്തിൽ 21 പേർ കൊല്ലപ്പെട്ടതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മലാഗയിൽ നിന്ന് മാഡ്രിഡിലേക്ക് ഏകദേശം 300ഓളം യാത്രക്കാരുമായി അതിവേഗത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ഇറിയോ ട്രെയിൻ പെട്ടെന്ന് പാളം തെറ്റുകയും തൊട്ടടുത്ത ട്രാക്കിലൂടെ എതിരെ വന്ന റെയിൻഫേ ട്രെയിനിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 ട്രെയിനുകളുടെയും ബോഗികൾ തകരുകയും പാളത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോവുകയും ചെയ്തു. ഒരു ഭൂകമ്പം ഉണ്ടായതുപോലുള്ള അനുഭവമാണ് ഉണ്ടായതെന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട യാത്രക്കാർ ഭീതിയോടെ ഓർത്തെടുത്തു. റെയിൻഫേ ട്രെയിനിന്റെ ഡ്രൈവറും മരിച്ചവരിൽ ഉൾപ്പെടുന്നു എന്നാണ് പ്രാഥമിക വിവരം. അപകട സ്ഥലം എത്തിച്ചേരാൻ പ്രയാസമുള്ള മേഖലയായതിനാൽ രക്ഷാപ്രവർത്തനം അതീവ സങ്കീർണമാണ്. നിലവിൽ മാഡ്രിഡിനും ആൻഡലൂസിയയ്ക്കും ഇടയിലുള്ള എല്ലാ അതിവേഗ ട്രെയിൻ സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസും രാജകുടുംബവും അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി ഫസ്റ്റ് റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു. വരും മണിക്കൂറിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി സെക്കൻഡ് റൗണ്ടപ്പിൽ കാണാം.